ഇന്റർവ്യൂ പെട്ടെന്ന് തീർക്കണം, ചിലപ്പോൾ ഫൗണ്ടേഷൻ വയ്ക്കും. ഞാൻ അന്നെങ്കിലും പറയോ സദ്യ കഴിക്കണം, ചിക്കനും നോൺ വെജ് കഴിക്കുന്നത്. പിന്നെ ഒരാളെ ചവിട്ടി താത്തിയ ദിവസത്തിനാണെങ്കിൽ ഞാൻ ഫ്രഞ്ചൈസ് അടിക്കാൻ കാരണം ബാത്റൂം എന്നുള്ളതും ബാത്റൂം നമ്മളെന്ത് സംസാരിച്ചാലും കേൾക്കും. നല്ല ബോറുണ്ട്. ഞാൻ സായിനോട് പറയാറുള്ളൂ എനിക്ക് താടിയും മീശൊന്ന് പഠിച്ചു പോണ കുറച്ച് പൂടെടുത്ത് കൊടുക്കും, വെച്ചിട്ട് താടിയും മീശയും ബോറാണെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വിളിക്കാം. ലാലേട്ടൻ ഇപ്പോൾ വരും. നീ ഇപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കണം. താല്പര്യമില്ല, ചെയ്ത് കഴിഞ്ഞാൽ അവന്മാര് ചുമ്മാ 4 കമന്റ് ഇട്ട് പോകാനല്ലേ. പക്ഷെ അല്ല, എനിക്ക് അതിനേക്കാൾ വാല്യൂ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു 4 ആളെ കമന്റ് ഞാൻ ആ ബോണ്ട് ഇട്ട് കൊടുക്കില്ല. സിജോനെ നല്ല രീതിയിൽ വെട്ടി മാറ്റിയിട്ടുണ്ട് ശരിക്കും. പിന്നെ ഗെയിംസ് ഒന്നും പ്രോപ്പറായിട്ട് സിജോനെ കണ്ടിട്ടേ ഇല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ആ ദിവസങ്ങളിൽ പോലും ഞാൻ ചെയ്ത കാര്യങ്ങൾ പുറത്ത് വരാതെ പോയപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം പോയ കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പുറത്തിറങ്ങി ചോദിച്ചപ്പോൾ കഴിഞ്ഞ സീസണിലുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ട്. അവിടുന്ന് ബ്ലഡ് വരുന്ന സന്ദർഭവും അങ്ങനെ ഉണ്ട്. നേരെ നിൽക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. എല്ലാവർക്കും പുറത്തറിഞ്ഞിട്ടില്ല. മാവേലി നാടോ വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാവർക്കും ജാങ്കോ സ്പേസിന്റെ വകെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. ഇന്ന് ഓണം സ്പെഷ്യൽ പരിപാടിയായിട്ട് നമ്മുടെ കൂടെ 2 ഗ്രൂപ്പാണ് കേട്ടോ ഉള്ളത്. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെയൊക്കെ നമുക്ക് തോന്നും. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഉപദേശിക്കാനാണെങ്കിലും എന്ത് സ്നേഹിക്കാനാണെങ്കിലും നല്ലൊരു ചേട്ടനും ചേച്ചിയാണ് നമ്മളോട് ഒരു സൈഡിലുള്ളത്. ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നത്തിനും കട്ടയ്ക്ക് കൂടെ നിന്ന് 2 ഏജൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് 2 പേരെയും ഇൻവൈറ്റ് ചെയ്യാം. അപ്പം വെൽക്കമിങ് യു ബോത്ത് ടു ജാങ്കോ സ്പേസിന്റെ സ്പെഷ്യൽ ഓണം പരിപാടി. കം ഓൺ. 4 പേരും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്റെ ചേട്ടാ എന്താണ് പരിപാടി ഇപ്പൊ? ഓക്കെ, ചേട്ടൻ പറയൂ. നിങ്ങളാണ് ഓക്കെ. നമ്മൾ അധികം ഇവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതിന് പകരം നമ്മൾ ആദ്യം ഇവർ ആരാണെന്ന് അറിയണമല്ലോ. ഏതാണ് ഈ ഏജൻസി, ഏതാണ് ഈ ചേട്ടന്മാരെന്നൊക്കെ നമ്മൾ അറിയണം. അപ്പൊ അതായിട്ട് കമോൺ ഗൈസ്, യു ക്യാൻ റിവീൽ യുവർ ഫേസ്. അടിയിൽ കമന്റ് LIC ഏജന്റ് മറ്റൊന്നും വരും. നല്ലൊരു ഓണത്തിന് പിന്നെ മുഖം കാണാം. അപ്പൊ എന്തായാലും നിങ്ങൾ 4 പേരും ഇന്നത്തെ ഓണം സ്പെഷ്യൽ പരിപാടിക്ക് നമ്മുടെ ജാങ്കോ സ്പേസിന്റെ കൂടെ വന്നതിൽ ഒത്തിരിയധികം താങ്ക്സ്. ഭയങ്കരമായിട്ടും താങ്ക് യു. ആൻഡ് ഇത് ഞാൻ ചേച്ചിന്ന് വിളിക്കുമ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു എന്നോട് ചേച്ചിന്ന് വിളിക്കരുതെന്ന്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ലിനു എന്നാണ് വിളിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ചേച്ചിന്ന് വിളിക്കാം. എന്നെക്കാട് മൂത്ത അത് എടുത്തെടുത്ത്. അപ്പൊ എന്തായാലും ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നില്ല. പാവം ഇവിടെ ഞാൻ ഒരിക്കലും ഞാൻ അമ്മായിന്ന് വിളിക്കില്ല. എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നുന്നേ എങ്ങനെ സാധിക്കുന്നു ഫസ്റ്റ് തന്നെ ഊക്കലാണല്ലോ ദൈവമേ. അപ്പം സ്റ്റാർട്ടിങ് തന്നെ ഒരു ചെറിയൊരു ഗെയിം. ഓണം സ്പെഷ്യൽ ആണ്. ഫസ്റ്റ് തന്നെ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ചെറിയൊരു ഗെയിം. 5 ഓണത്തിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ ഏത് കപ്പിളാണ് കറക്റ്റ് പറയണത്, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആരാണ് അവർക്ക് സ്റ്റാർട്ടിങ് തന്നെ നമ്മളൊരു മധുരയൊക്കെ തന്ന് നൈസായിട്ട് നമ്മൾ അവിടെ പോയിരുന്ന് പിന്നെ അങ്ങോട്ടേക്ക് ആരംഭിക്കാം. ഇല്ല, നോ ഷെയറിംഗ് ഇസ് നോട്ട് പോസിബിൾ ഹിയർ. അപ്പം നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് മേടിക്കണം. ഭയങ്കരമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം. ഫസ്റ്റ് ആണ്. അപ്പം ഓണത്തിനുള്ള ഫേമസ് ബോട്ട് റേസിന്റെ പേര്? ആറന്മുള വള്ളംകളി. ഇനി അടുത്തൊരു കൈ വേണമെങ്കിൽ പൊക്കിക്കോ. ആരാണ് ഫസ്റ്റ്? ഓക്കെ, സെക്കൻഡ്. ആരാണ് അവസാനം ജയിക്കണ കപ്പിൾ അവർക്കാണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സ്നേഹാർദ്രമായി കഴിച്ചാൽ മതി. ഓക്കെ, അടുത്തത് മഹാബലി എന്ന വേർഡിന്റെ അർത്ഥം. ഇത് സിമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾ കൂടുതൽ ആലോചിക്കണ്ട. ബാഹുബലിയാ? ബലവാൻ, മഹാനായിട്ടുള്ള ഒരു ബലവാൻ അല്ല, ഒരു മഹാബലി ആ വേർഡിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. മഹാ എന്ന് പറഞ്ഞാൽ മഹാൻ, ബലി എന്ന് പറഞ്ഞാൽ എല്ലാരും മരിക്കുമ്പോ ബലിയിട്ടില്ലേ? അതന്നെ സാക്രിഫൈസ് ആയിരുന്നു ആൻസർ. സമയത്ത് ബുദ്ധി അങ്ങോട്ട് എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഭയങ്കരമായിട്ട്
ഇതൊക്കെ എറിഞ്ഞിട്ടില്ല. കുരുട്ട് എത്രത്തോളം വർക്ക് ചെയ്യണ്ടോ എക്സ്പ്ലെയിൻ ചെയ്ത സാധനം മഹാൻ എന്ന് പറഞ്ഞാൽ മഹാൻ ബലി എന്ന് പറഞ്ഞാൽ ആൾക്കാർ മരിക്കുമ്പോ ബലിയിടും. മഹാൻ ബലി ഇടുന്നത് അല്ല മഹാൻ ബലി രണ്ടും കൂടെ പറഞ്ഞപ്പോ ഞാൻ ചാടിക്കറി പറഞ്ഞു യെസ് അതാണ് പ്രശ്നം പറ്റിയത്. ഓക്കെ, അടുത്തത് ഏത് ഡിസ്ട്രിക്റ്റ് ആണ് ഈ പുലിക്കളി ഓണം നിങ്ങളിങ്ങനെ വിട്ടു കൊടുക്കരുത്. ഇനിയുള്ള അടുത്ത സെഗ്മെന്റ്സ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അടുത്തത് മഹാബലിയുടെ ശരിക്കത്തെ പേര് 3 പേരുണ്ട്. ശരിക്കത്തെ പേര് യു ക്യാൻ ഡു ഇറ്റ്. 1 മിനിറ്റ്. മഹാബലിയുടെ ശരിക്കത്തെ പേര് അങ്ങനെ വേറെ പേരുണ്ടോ? അങ്ങനെയാണ് ഞാൻ ഒരെണ്ണം 2 കൂടെ ഉണ്ട്. വേറെ പേരുണ്ട്. ഓണത്തപ്പൻ അല്ല, ജിനു പറയൂ. യു ക്യാൻ ഡു ഇറ്റ്. Come on, Tinu. രാക്ഷസൻ അയ്യോ അമ്മേ. മാവേലി അല്ലാണ്ട് വേറെ പേരുണ്ടോ? മഹാബലി മാവേലി അല്ലാണ്ട് വേറെ പേരുണ്ട്. 2 പേരുണ്ട്. ഞാനും കേട്ടില്ല. ഞാൻ ഇന്ന് ഗൂഗിളിൽ നോക്കിയപ്പോ ഇന്ദ്രസേനനും ബലി. ഇന്ദ്രസേനനും ബലിന്നു ഇങ്ങനെ പേരുണ്ടല്ലേ? അപ്പൊ ആ പോയിന്റ് എനിക്ക്. വളരെ പഴയ കാര്യങ്ങൾ. പഴയ കാര്യങ്ങൾ. അതെ, ഇവിടെ ഏറ്റവും ഇളയത് ഞാനാണ്. എനിക്ക് മാത്രമേ ഇത് പറയാനുള്ള അധികാരമുള്ളൂ. ഇത് പറയാനുള്ള ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ. ഏത് ഗോഡിന്റെ പേരിലാണ് ഓണം ഫെസ്റ്റിവൽ ഉള്ളത്? ഗോഡിന്റെ പേര് വാമനൻ. അല്ല, ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ഇങ്ങനെ കണ്ടിട്ട് തിരിച്ചെന്നോട് ചോദിക്കരുത്. Correct ആണോ ഇതൊക്കെ? അത് കറക്റ്റാ. ഗോഡ് ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ വാട്ട് ഇസ് ദ പരശുരാമൻ. അല്ല, ഐ ക്വിറ്റ് ആ നിരീശ്വരവാദിയാ. ആണ് പറഞ്ഞോ? ഗോഡ് ഇല്ല. അല്ല, വേണ്ട, ആ വിഷയം നമ്മൾ അല്ലല്ല, അതിനെ വിഷ്ണു പറഞ്ഞു, വിഷ്ണു. പറഞ്ഞോ? വിഷ്ണുവാണ്. കറക്റ്റ് ആൻസർ. അപ്പം നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള വിന്ന് ഇവിടെ സ്നേഹ ചേച്ചിയും സായി ചേട്ടനുമാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടുവരും. ചേച്ചി മാത്രം മതി. അല്ല, സ്നേഹ സായി ചേട്ടനോ? നിങ്ങളൊരു കപ്പലാണല്ലോ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലോ. എനിക്കിപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ല. കഴിച്ചിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ച ആൾക്കാരല്ലേ? അപ്പം കമോൺ. 6 മാസം എന്ത് ഒരു ആവേശം ഉണ്ടാവും. പിന്നെ മതി. ഓക്കെ ഗൈസ്, നമ്മുടെ ലഡു നിങ്ങള് സ്നേഹാർദ്രമായി കുറച്ചൊക്കെ ഒന്ന് തരൂ ഇങ്ങോട്ട്. സാരമില്ല, ഷുഗറാണ്. ഇവർക്കും നമ്മൾ കൊടുക്കുന്നതാണ്. അത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഷെയർ ചെയ്യാണ്. അങ്ങനെ അല്ല എന്റെ സായി ചേട്ടാ, കുറച്ച് റൊമാൻറ്റിക് ആവും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. എന്താ? അയ്യോ. ഓക്കെ, ഞാൻ ഇത് രണ്ടുപേരും ഇന്നലെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒന്ന് വായു ഇത് ഇങ്ങനെ കൊടുത്തോ? നിങ്ങൾ എന്താ ഇങ്ങനെ? റൊമാൻറ്റിക് ആവാൻ പറ്റൂ. അതെ, പിന്നെ പറ്റില്ല. മറ്റേ പള്ളിയിൽ നമ്മൾ വയനൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇനി കൗച്ചിലേക്ക് പോയിട്ട് അടുത്ത വിശേഷങ്ങൾ ഇനി അവിടെ നിന്നാവാം. കമോൺ ഗൈസ്. ഹലോ എവറി വൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് സ്നേഹ മാത്യു. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ ഞാൻ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സിജോ ചേട്ടൻ, ലിനു, സ്നേഹ ചേച്ചി ആൻഡ് സായി ചേട്ടാ. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ. ഓക്കെ, അപ്പോൾ ഓണം ഒക്കെ ആയിട്ട് ഓണം തന്നെ നമ്മൾക്ക് ഓണം പരിപാടികൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് യൂഷ്വലി ഓണം സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്? സിജോ ചേട്ടൻ്റെ ഇപ്പം നിങ്ങളിപ്പോൾ ഒരുമിച്ചാണല്ലോ, അപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിരുന്നു. അപ്പൊ പൊതുവെ എങ്ങനെയാണ് നിങ്ങളുടെ ഓണം? പിന്നെയും പറയാം. ഓക്കെ, ഒരുമിച്ചല്ല, ഞങ്ങൾ ഒരുമിച്ചുള്ള ഓണം വരാൻ പോകുന്നേ. ഈ ഓണം ഒരുമിച്ചല്ല, ഇനി അടുത്ത ഓണമായിരിക്കും ഒരുമിച്ച് വരിക. ക്ലാരിറ്റി തരുന്നുണ്ട് കേട്ടോ, ക്ലിയർ. ഇവൻ കേട്ടിട്ടുണ്ട്, ഇവൻ പോയിട്ട് ഇന്ന് രാത്രി വീഡിയോ ഇടും. സിജോയും ലിനുവും തമ്മിൽ അപ്പൊ ഓണം എന്റെ ആലപ്പുഴയിലാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെറുപ്പം തൊട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളവിടെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളതാണ് ഞാൻ. അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ ഈ വായനശാലയൊക്കെ ഉണ്ട്. അപ്പൊ ആ വായനശാലയുടെ ആയിരിക്കും മെയിൻ ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഓണാഘോഷം വരിക. പക്ഷെ 2 വർഷമായിട്ട് വായനശാലയിലെ ഓണാഘോഷം ഞങ്ങൾക്ക് ഇപ്പൊ നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ജിമ്മിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ജിമ്മില് ഓണമുണ്ട്. അപ്പൊ ഞങ്ങൾ സദ്യയൊക്കെ ഒരുക്കാറുണ്ട്. ഓണത്തിന് ഒരുപാട് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാറായിട്ടുണ്ട്. അങ്ങനെ കളർഫുൾ ആണ്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകാറുണ്ട്. പിന്നെ ഓണത്തിന് ഞാൻ എന്റെ വീട്ടില് ഈ സദ്യ ഒരുക്കുക എന്നുള്ള പരിപാടി ഞാനും അനീതിയ അമ്മയൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ സദ്യ ഉണ്ടാക്കും. എനിക്ക് ഓണത്തിന് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഓണത്തിന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി ഇവർക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും. പക്ഷേ അവരുടെ വീട്ടിലെ 4 മണിക്കാണ് സദ്യ. അത് ഞാൻ ഉച്ചക്കല്ല. ഇല്ല, കാരണം ഞാൻ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ ഞാനൊരു 9 മണിയാകുമ്പോഴത്തേക്കും
എനിക്കാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വേണം. അതായത് ഇപ്പൊ പായസവും മറ്റേ ചെറിയ സദ്യ പോരാ. ഒരു 7-8 കൂട്ടം കറിയൊക്കെ വേണം. അപ്പൊ എല്ലാം എനിക്ക് തന്നെ ഉണ്ടാക്കിയും വേണം ഓണത്തിന്. അപ്പൊ അതിൽ ഉണ്ടാക്കിയത് 4 മണിയൊക്കെ ആവും. അപ്പം ഞാൻ ഇതിന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും. ഇവര് ഉച്ചക്ക് 1 മണിയാകുമ്പോൾ ഇവര് ഭക്ഷണം കഴിക്കും. ഞാനൊരു 4 മണിയാകുമ്പോഴത്തേക്കും കഴിക്കും. അങ്ങനെയാണ് എന്റെ ഓണം പരിപാടി. ഞങ്ങളുടെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ എല്ലാരും ഇല്ല. ഈ വർഷം ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും വരും. ആദ്യം കുറേ വീട്ടിലാരൊക്കെ വർഷം എന്റെ 2 സിസ്റ്റേഴ്സും വരും. ഞങ്ങൾ 3 പേരാ. എനിക്ക് 2 ചേച്ചിമാരാ. ഏറ്റവും ഏറ്റവും അപ്പൊ മൂത്തയാൾ അബുദാബിയിലാ, നേഴ്സാ. അവളുടെ ഫാമിലി ഫുൾ അവിടെ. രണ്ടാമത്തെ ആൾ ദുബായിലാ. അവളും അവളെ ഹസ്ബൻഡും ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായി. ഇപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്. ഈ വർഷം എൻഗേജ്മെന്റും കഴിഞ്ഞിട്ട് അവരെല്ലാരും ഓണത്തിന്. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഓണം എല്ലാരും ഒരുമിച്ചായിരിക്കും. എല്ലാരും വന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഓണം ഒരുമിച്ചാണോ ചോദിച്ചത്? അതെ, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഓണം. അല്ല, ഓണം സെപ്പറേറ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഓണം കുഴപ്പമില്ല, ഇവരിന്ന് ഇവിടെ റൂം എടുക്കും. അമ്മച്ചി ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരുമിച്ച് ചോദിക്കുന്നത് ഞാൻ അതല്ല ഓക്കെ. ഇവിടെ ഞാൻ രാവിലെ എണീച്ച് പൂക്കളൊക്കെ ഇടും. നേരത്തെ എണീക്കണല്ലോ പൂക്കളിടാൻ. അല്ലെങ്കിൽ അമ്മ ചീത്തറിയും പൂക്കളിടണം. ഞാൻ എഴുന്നേൽക്ക കഴിക്കാം. അമ്മ നേരത്തെ ഇടും. അത് കഴിഞ്ഞ് പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് എത്ര വട്ടം അമ്മ പറഞ്ഞു നോക്കണേ. അല്ല, പിന്നെ എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് സിനിമകളുടെ കാര്യങ്ങൾ പെട്ടെന്ന് ടിവിയിൽ കുറെ സിനിമയല്ല, പുതിയ പുതിയ സിനിമകളൊക്കെ ഏഷ്യാനെറ്റിലെ സൂര്യയിലൊക്കെ പെട്ടെന്ന് അത് കാണുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ കാണാതിരിക്കും രാവിലെ. പിന്നെ പായസം, സദ്യ, പിന്നെ അങ്ങനെ തന്നെ കൂടുതൽ വീട്ടിൽ തന്നെയാവും സ്പെൻഡ് ചെയ്യുക. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകും. രാവിലെ പോയിട്ട് വൈകുന്നേരം വരും. അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ. അതിന് സഹായിച്ചേട്ടന്റെ ഓണം പറ. അതാണ് കേൾക്കേണ്ടത്. പൊറാട്ടയും ബീഫും തിന്നു. ഉച്ചയ്ക്ക് അമ്മേനെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിക്കും. ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഞാൻ അന്നെങ്കിലും പറയും സദ്യ കഴിക്കണം, ചിക്കനും നോൺ വെജ് കഴിക്കുന്നത്. പിന്നെ ഒരാളെ ചവിട്ടി താത്തിയ ദിവസത്തിനാണ് ബിരിയാണി കഴിക്കാൻ കുഴപ്പമില്ല. ബിരിയാണി ഒരു മൃഗത്തിനാണ് ഒരു അതങ്ങനെയാണ് റൂൾ. എന്നാ പിന്നെ നമ്മളത് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞാൻ ഭയങ്കര അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് എല്ലാ ദിവസവും ഓണം, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെയാണ്. സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസത്തിൽ ഇനിയിപ്പോ ആഘോഷിച്ചുണ്ടാക്കേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറഞ്ഞാൽ എന്റെ എല്ലാ ദിവസവും ആഘോഷം ആയതുകൊണ്ട് എനിക്ക് ഒരു അങ്ങനെയാണല്ലോ. നമ്മൾ ഓണത്തിന് പുതിയ ഡ്രസ്സ് ഇടുന്നു, സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ സിജോ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഉണ്ടാക്കുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് വരാറില്ല. കാരണം ഓൾമോസ്റ്റ് വീട്ടിൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു വൈബാണ്. ഞാനങ്ങനെയാണ്. എനിക്ക് തിന്നാൻ തോന്നി ഞാൻ പുറത്തു പോയി കഴിക്കും. ഈ ഓണസദ്യ കഴിക്കാൻ തോന്നി ഞാൻ പുറത്തു പോയി കഴിക്കും. പിന്നെ ഇപ്പൊ എല്ലായ്പ്പോഴും അവൈലബിൾ അല്ലേ. എനിക്ക് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് സാധനം ഇല്ല. പിന്നെ നാട്ടിലിറങ്ങിയിട്ട് എല്ലാരും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ പോകും. ഓണത്തിന് ലഞ്ചായിട്ട് കുഴിമന്തിയാണ്. ഞങ്ങൾ മലപ്പുറക്കാർ അങ്ങനെയാണ്. ഞാൻ കോഴിക്കോടുകാരാണ് സഹിച്ചിട്ട്. ഞങ്ങളുടെ കോട്ടയ്ക്ക് മന്തിയൊക്കെ തന്നെ. അല്ല അങ്ങനെയല്ല, പക്ഷെ മന്തിയാണ് അവിടുത്തെ മെയിൻ വിഭവം. ഓണമന്തി. കുഴിമന്തി കേൾക്കണം. അതെ. അപ്പൊ അങ്ങനെയാണ് ഓണം പരിപാടി. ഇപ്പൊ ഇവിടെ ഒരു ദമ്പതികൾ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ 2 പേരാണെങ്കിൽ കുറെ കാലമായിട്ട് കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ദമ്പതികളോട് പറയാനുള്ളത്? 2 പേരും പറയണം കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ മുന്നേ ഈ പറഞ്ഞു. അത് അല്ല, പിന്നെ ഞാൻ ഫ്രഞ്ചീസ് അടിക്കാൻ കാരണമായിരുന്നു. അല്ല, അത് അങ്ങനെ പറയാൻ കാരണം നമ്മള് ഈ ബിഗ് ബോസിലേക്ക് ഞങ്ങളോട് വന്നതിന് ശേഷം ഈ ഭാര്യ വരിക എന്ന് പറയുമ്പോ ഇവന്റെ 25 പേരെല്ലാം കൂടെ ബിഗ് ബോസ് വന്നിട്ട് ആ സമയം ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്കും 10-12 പേരൊന്നും ഉണ്ട്. അപ്പൊ ഇവന് മാത്രമേ ഭാര്യ വരുന്ന ഒരു എപ്പിസോഡ് ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞോടാ, നീ ഭാര്യ വരുമ്പോഴത്തേക്കും എന്തായാലും പ്രൊമോ പോകുമല്ലോ, നീ ഒരു ഫ്രഞ്ചീസ് അങ്ങ് ചെയ്യും. ഫ്രഞ്ചീസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലതായിരിക്കുമല്ലോ പ്രൊമോ. അതിനകത്ത് വികാരങ്ങൾ പിടിച്ചു. അതിന് മുന്നേ വൈഫ് വരുന്നതിന് മുന്നേ ഒരു ടാസ്കിനിടയിൽ ഇവന്
ഉമ്മ വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് നേരിട്ട് ഉമ്മ വെക്കലല്ല, ഒരു ചുമ്മാ ഒരു ഫണ്ടാസ്. അപ്പൊ ഇവര് ഭയങ്കര ഇക്കിളി. അപ്പിയും പറഞ്ഞു എന്നെ സൈഡ് താരം തൊട്ടൊക്കെ അങ്ങനെയാണെങ്കിൽ ഇവൻ എങ്ങനെ ഭാര്യ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എന്തൊരു ഉമ്മ വെച്ചാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സ്നേഹം വന്ന സമയത്ത് ഇവന് ഉമ്മ വെക്കാൻ പകരം മടി. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ അപ്പൊ ഞാൻ എയർപോർട്ടിൽ ഞാൻ വന്ന സമയത്ത് ലിനുമാരെ ഒളിച്ചു നിൽക്കുമായിരുന്നു. മീഡിയക്കാരും ആരും പറഞ്ഞിട്ടില്ല. അതാണ് സായിച്ചേട്ടനാണോ തോണ്ടി കൊണ്ട് വന്നത്? പറഞ്ഞു എയർപോർട്ടിൽ ചുമ്മാ പറഞ്ഞു. അതും കൂടെ വേണമായിരുന്നു എന്റെ അമ്മേ. സെറ്റ് ആവുമായിരുന്നു ആക്ച്വലി. അത് വേറെ ഒരു ഓക്കെ. കല്യാണത്തിന്റെ വീഡിയോ എന്തായാലും നിങ്ങൾ കല്യാണത്തിന്റെ പ്രോപ്പർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഉണ്ടാവില്ലേ? അപ്പം ആ സെറ്റ് ആയിട്ട് നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ കാണുന്നതായിരിക്കും. ഉപദേശം ആക്ച്വലി സിജോ ജോൺ 8-ാം തീയതി ദ ഡെഡ്. പിന്നെ ഈ വേറെ സിജോ ജോൺ എൻഗേജ്മെന്റ് കഴിയുന്നുള്ളൂ. മതിയോ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ മാറും. ലൈക് ഒരു ഇതാണല്ലോ അറിയോ, ലൈക്ക് ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്കങ്ങനെ ഫീലൊന്നും വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞത് കൊണ്ട് വേറെ അങ്ങനെ ഒരു ഫീലൊന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് എവിടെ ഞാനൊന്ന് മിസ്സായി പോയി. അത് പിന്നെ ബിഗ് ബോസ് പോയപ്പോ തിരിച്ചിട്ടി. ഞാൻ എന്നെ തന്നെ ശരിക്കുള്ള എന്റെ കണ്ണേട്ടനെ ഞാൻ ബിഗ് ബോസ് അല്ല ഇവക്കിന്നെ ട്രോളാൻ. നിങ്ങൾ രണ്ടുപേരുടെ കാര്യം നോക്കുകയാണെങ്കിലല്ലോ ഏറ്റവും കൂടുതൽ സായിച്ചാട്ട് നോക്കുന്നത് എന്ത് വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതല്ല, ഇതിലും മോശമായിട്ട് നോക്കാറുണ്ട്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ദാമ്പത്യം മൂക്കിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത്. സത്യം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതൊന്നും കല്യാണം കഴിഞ്ഞാൽ അത് പാടില്ല. അല്ല നിങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 3 കൊല്ലായി. അതിനു മുമ്പ് കൊറേ കൊല്ലം പ്രേമിച്ചതല്ലേ? എത്ര കൊല്ലം? അന്ന് ഞാൻ കൂക്കില്ല. അന്ന് വളരെ പ്രണയം മാത്രമായിരുന്നു. കല്യാണം കഴിച്ച് സ്വന്തമായത് രണ്ടുപേരും അങ്ങോട്ടോട്ട് അറിഞ്ഞപ്പോഴാണ് പിന്നെ ഊക്കാൻ തുടങ്ങിയത്. അതെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ ഊക്കിന് വേറെ അർത്ഥമുണ്ടോ? എനിക്ക് അർത്ഥമുണ്ടെങ്കിലും അതായത് സ്നേഹന്റെ ഒരു കളി ഫേമസ് ആയിരുന്നു, ഇവിടെ ഊക്ക് ഫേമസ് ആവും. എനിക്കറിയില്ല, ഞാൻ ഉദ്ദേശിക്കണേ എന്താണ് അങ്ങനെയാണെങ്കിലും. പക്ഷെ എനിക്ക് അർത്ഥം അറിയണം ശരിക്കും. അല്ല എനിക്ക് അർത്ഥം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അർത്ഥം അറിയില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ സിപ്പിളുള്ളൂ സിപ്പിള്. ഞാൻ ഉപദേശം കൊടുക്കട്ടെ? അല്ല നമ്മൾ രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസ് ആയിട്ട് ഇരിക്കുക, അവനവനവന്റെ കാര്യം നോക്കി നടക്കാതെ പറ്റുള്ളൂ. രണ്ട് ഇൻഡിവിജ്വൽസ് ആയിട്ട് ഇരിക്കുക. നമ്മളെ എനിക്കത് തന്നെ പറയാനുള്ളത്. നമ്മളെ ഒരു ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നെവർ എക്സ്പെക്ട്. ഇതാണോ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരോട് മെയിൻ ആയിട്ട് പറയാനുള്ളത്? ഇപ്പൊ പ്രാക്ടിക്കലി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടി അതാണ്. രണ്ട് ഇൻഡിവിജ്വൽസ് രണ്ട് എൻറ്റിറ്റിയാണ്. അങ്ങനെ പോയാ സുഖമായിട്ട് ലൈഫ് മുന്നോട്ട്. അത് വേറെ ആളുടെ കാര്യത്തിൽ ഇടപെടാതെ അങ്ങനെ അങ്ങോട്ടും കടന്നു കയറ്റം ഇല്ലാതെ. ഇന്നാ മൂന്നാമതൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൂടി അവരെ കടന്നാക്രമിക്കും. അതെ, നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ മതി, വേറൊരാൾ തമ്മിൽ നമ്മളെ ഇവിടെ ഒരാൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തീർച്ചയായിട്ടും വീഡിയോന്റെ അകത്താണെങ്കിലും ഇതിന് മിണ്ടുന്നേ ഇല്ല, ഇങ്ങനെ നോക്കും ഒരു കളച്ചിരി ചിരിക്കും ഇതൊക്കെ ആക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. ഇങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രണയകഥയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ബിസിനസ് വഴിയൊക്കെ പ്രണയിച്ചതും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് നമ്മൾ തീർച്ചയായിട്ടും പെർസ്പെക്റ്റീവ് ആണ് കേട്ടേക്കണമെന്ന്. നമുക്കിനി കേൾക്കേണ്ടത് ലിനുടെ പെർസ്പെക്റ്റീവ് ആണ്. ആദ്യം കണ്ടപ്പോ എന്ത് തോന്നി? സുന്ദരനാണല്ലോ സീച്ചേട്ടാ, സുന്ദരനാണെന്നുള്ള ഒരു ബിഗ് ബോസ് മൊത്തം ആൾക്കാർക്ക് അറിയാവുന്നതാണ്. കണ്ടു പുറത്തേക്ക് അതെ, നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കണ്ടത്? ഞാൻ 5 കൊല്ലം മുന്നേ കൊല്ലം കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു എന്ത് കണ്ടിട്ടോ. 118 കിലോ അല്ലല്ലോ ഇവിടെ ഒരാളാ കണക്ക് പറയാൻ തുടങ്ങി. അതാ സായിച്ചേട്ടൻ നേരത്തെ പറഞ്ഞു, നോക്കി അതെ നല്ലൊരു കുട്ടീനെ കണ്ടു, ഞാൻ ലോക്ക് ചെയ്തു, പിന്നെ വേറെ കല്യാണം കഴിച്ചു. ഭയങ്കര മെലിഞ്ഞ് ഭയങ്കര മെലിഞ്ഞിട്ട് മാത്രമൊന്നുമല്ല. ആ സമയത്ത് ഞാൻ ആപ്പടി ഇങ്ങനെ
എല്ലാം കൊണ്ട് ഞാൻ നമ്മള് നമുക്കാരെ പോലെ പ്രായം കൂടുന്തോറും ചിലർക്ക് 2 മണിക്കൂർ മേക്കപ്പ് ഒക്കെ വേണം. ഈ രണ്ട് സുന്ദരികളെ നോക്കിട്ട് എന്തിനാണ് ഇങ്ങനെ നോക്കുന്ന സഹിച്ചേട്ടാ? ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ സത്യം ഇത്രയും പറഞ്ഞതാ. ഭംഗിയായിട്ട് ഞാൻ എന്ത് മൂന്നാളോട് ഭംഗിയാ പറഞ്ഞതാ. നോക്ക്. അല്ലേ? മേക്കപ്പ് 3 ആളും ഇട്ടിട്ടുണ്ട്. ആരും കുറവൊന്നുമില്ല. ഞാൻ പറയട്ടെ, നമുക്ക് കുറച്ച് സന്തോഷം കിട്ടുന്ന അതെ ഇങ്ങനെയൊക്കെയല്ലേ? അതെ ഞങ്ങൾക്ക് സന്തോഷം. എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്. തെറ്റൊന്നും പിന്നെ ഇതിനൊക്കെ കുറ്റം പറയണത് പറയാൻ പാടില്ല. ഞങ്ങളെ പറഞ്ഞ കാണാൻ മോശം. നിങ്ങൾ സ്പേസ് എടുത്തോളൂ. അടിയൊക്കെ കഴിയുമ്പോ എന്നോട് പറയാം. കണ്ടിന്യൂ. പക്ഷെ നമ്മൾ ഇന്റർവ്യൂ മൂന്നുപേരെ പെട്ടെന്ന് തീർക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫൗണ്ടേഷൻ കളിക്കും. മൂന്ന് പേർക്ക് അത് ബാധകമാണ്. പക്ഷെ നമ്മൾ മൂന്നേരം കാണുന്നത് നല്ല ഭംഗിയില്ലേ? നിങ്ങൾ രണ്ടുപേരും പറയും. ഓക്കെ, അപ്പൊ ഇവിടെ പറയും. കൊള്ളാം, എല്ലാവരും കൊള്ളാം. കൂളിംഗ് ഗ്ലാസ് മാറ്റി നോക്കണം. അപ്പൊ ലിനു പറയും എങ്ങനെയായിരുന്നു ഫസ്റ്റ് കണ്ട സമയത്ത്? ആ ഒരു കഥ കേക്കട്ടെ. ഫസ്റ്റ് കണ്ടപ്പം പറയാം. ഞങ്ങൾ ആദ്യം കുറെ നാൾ മെസ്സേജ് അയച്ചായിരുന്നു. ആദ്യം മെസ്സേജ് message അയച്ചായിരുന്നു. അയച്ചായിരുന്നു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് വന്ന് കണ്ടപ്പം അന്ന് ഒന്നും തോന്നിയില്ല. ഒരു വന്നാൽ വന്ന് വീട്ടിൽ വന്നു. ഇയാളേതാ നിന്റെ ഒരു പൊട്ടത്തരം പറഞ്ഞിട്ട് പോയി. മണ്ടത്തര ലോക മണ്ടത്തരം എന്ന് പറഞ്ഞിട്ട് ബിസിനസ് കാര്യം പറയാനല്ലായിരുന്നു വന്നത്. സാധനമായിരുന്നു പറഞ്ഞിട്ട് പോയത്. അപ്പൊ പിന്നെ അപ്പോഴേ വേണ്ട ബുക്കും അങ്ങനെ അടിച്ചുവിട്ട സാധനം. പിന്നെ മെസ്സേജ് അയച്ച് തിരിച്ചു വന്നു. പിന്നെ അങ്ങനെ മെസ്സേജ് അങ്ങനെ കെയറിങ്ങിൽ ഞാൻ വീട് പോയി. സിജുചേട്ടന്റെ കെയറിങ്ങിലാണെന്ന് തോന്നുന്നു നമ്മള് വീഴുന്നത്. പക്ഷെ അന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടില്ല. ഇതേപോലെ തന്നെ ഒരാൾക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ വീതം വീതം വെച്ച് കൊടുക്കും. അങ്ങനെ വീതം വെച്ച് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ. ഇനി അത് നമ്മള് പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പം അതിനുശേഷം നിങ്ങൾ തമ്മിൽ സിജുചേട്ടൻ പറയുന്നത് എപ്പോഴാണ് ഇഷ്ടം, ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇഷ്ടം വന്നതാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ വീടിനകത്ത്? ആക്ച്വലി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. എന്നോട് ഇങ്ങോട്ടും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. അന്നാ പിന്നെ ഗൈസ് ഇതുവരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞു അറിയാതെ ഇനി അച്ഛൻ സമ്മതം ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ഇഷ്ടം ആന്ന് പറഞ്ഞിട്ടില്ല. ഐ ലവ് യു എന്നോ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അല്ല നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ അങ്ങനെ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഒരു വേദി ഒരുക്കുന്നു. നിങ്ങൾക്ക് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം പ്രപ്പോസ് ചെയ്യുന്ന ക്ലിഞ്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. 5 വർഷമായിട്ട് പറയാൻ മടിയായോണ്ട് പറയാത്തത്. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളുടെ കല്യാണമൊക്കെ വരാൻ പോവല്ലേ? അപ്പൊ ഒരു ഇതല്ലേ സായിച്ചേട്ടൻ പറ. കൂടുതൽ നിന്ന ഫസ്റ്റ് നൈറ്റ് നമ്മുടെ ഇന്റർവ്യൂവിന്റെ മെയിൻ പരിപാടി ഓണമാണ്. മാറുന്നുണ്ടോ? ഇതിന്റെ ഗതി മാറ്റി കൊടുത്ത ഞാനല്ല, സായിച്ചേട്ടനെ ഗതി മാറ്റി കൊടുത്തു. അന്ന് ഇപ്പൊ എന്താ വേണ്ട? എന്താ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്താൽ മതി. ചുമ്മാ പ്രപ്പോസ് ചെയ്താൽ മതിയോ? ചുമ്മാ ഐ ലവ് യു എന്നല്ല, ഇച്ചിരി വികാരത്തോടെ അങ്ങനെ. എനിക്ക് അങ്ങനെ ലാലുണ്ട് ഐ ലവ് യു. അതെ, എല്ലാം പറ്റും. തുടങ്ങി ഇങ്ങോട്ട് നോക്ക്. അയ്യോ ഇതെന്താ ഇതും ഫസ്റ്റ് ഹാഫിൽ ലേശം ലാഗ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ തുടങ്ങി ഓക്കെ. റിവ്യൂ പറയും. ഇനി വീഡിയോ എടുത്ത് കാറിപ്പോയെടുത്ത് പറയാം. റിവ്യൂ പറയും. അല്ല നിങ്ങളുടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരുമോ പഴയത്? ഇവരുടെ പക്ഷെ ഇവര് നിങ്ങളുടെ പഴയ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ അവളോടല്ല പറഞ്ഞേ, ഞാൻ അമ്മേനെ വിളിച്ചു പറയും നിങ്ങളെ മോളെ ഇഷ്ടമാണ്. അമ്മയോട് നേരിട്ട് പറഞ്ഞേ. അങ്ങനെ കഥ ഇവിടെ ഉണ്ട്. പക്ഷെ ആ കഥ കൊല്ലും. അന്നാ പിന്നെ ആ കഥ കേട്ടിട്ട് പറഞ്ഞു പറയണത് കണ്ടോ? പേര് പറയണ്ട പറയാം. ഓക്കെ. ഞാൻ ആക്ച്വലി ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ച് കണ്ടപ്പോ ലവ് സ്റ്റോറി കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ എനിക്ക് പുള്ളിക്കാരുടെ ഒരു ഇംപ്രഷൻ ഒക്കെ തോന്നി. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഇവരുടെ
അന്ന് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൽ ഇവിടെ പ്രൊഫൈൽ കിട്ടി, സംസാരിച്ച് ചാറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഇവളുടെ പ്രൊഫൈലിനകത്ത് ഇവള് പഠിക്കുന്ന കോളേജിൽ വുമൻസ് കോളേജ് ആണ് അല്ലേ, അത് പെൺപിള്ളേര്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇഷ്ടം പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, ആ ലൈനിൽ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു 10-20 പേര് ഇങ്ങനെ നിൽക്കുക. എന്നെ കവർപ്പിക്കണം കൺഫ്യൂസ്ഡ് ആയി. അത് ഇവിടെ നോക്കണോ ഇവനായോണ്ട് ടാഗ്ഡ് എണ്ണത്തിൽ ഇങ്ങനെ എടുത്ത് നോക്കിട്ട് എല്ലാവരും കയ്യിലോ ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഏറ്റവും അധികം കൂട്ടുകാരത്തി ഉണ്ട്. നമ്മൾ തുമ്മ പണ്ണായിട്ടല്ലേ, അപ്പൊ ഞാൻ പുറത്തു ഇവിടെ നോക്കിയാലോ എന്ന് ഏറ്റവും ആദ്യം നോക്കി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പറയില്ലല്ലോ. ശരിക്കും ഞാൻ നിന്നെ അല്ല ഉദ്ദേശിച്ചത്. സംസാരിച്ചിട്ടില്ലല്ലോ കൂടുതലായിട്ട്. അല്ല കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങള് ജസ്റ്റ് പിന്നീട് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നീട് എനിക്ക് ക്യാരക്ടർ പിന്നീട് അറിയാം. ക്യാരക്ടർ ഒന്നും അറിയത്തില്ലല്ലോ, ജസ്റ്റ് ഒരു തവണ കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും ആ കാര്യങ്ങൾ മാത്രമല്ലേ അറിയത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആ ഏറ്റവും ആദ്യം വളരെ കൂട്ടുകാരത്തിയെ നോക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. അറിയോ? ഇല്ല ഇല്ല ഇല്ല, ആ പേര് പറഞ്ഞിട്ടില്ല നമ്മള്. ആ കൂട്ടുകാരത്തിക്ക് ഇപ്പോഴും അന്നത്തെ പ്രൊഫൈൽ സെന്ററിലായിരുന്നു. അതോടെ ഇവിടെ ഫോട്ടോയ്ക്ക് ഡിലീറ്റ് ചെയ്യണം തോന്നുന്നല്ലേ. അപ്പം ലിനു വീട്ടിൽ പറയുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഓൾറൈറ്റ് ആയിരുന്നു ആദ്യം തന്നെ സിജു ചേട്ടന്റെ കാര്യം? കല്യാണം ഇങ്ങനെ ഇഷ്ടമാണ്, നിങ്ങൾ 5 വർഷം പ്രണയിച്ചതല്ലായിരുന്നു? ഇപ്പോഴോ? ഇപ്പൊ വീട്ടിലറിയില്ല. ഇപ്പോഴാണ് അറിഞ്ഞത്. ബിഗ് ബോസ് പോയതിനു ശേഷമാണ് അറിയുന്നത്. നവംബറിൽ, അതിന് മുന്നത്തെ നവംബർ. ഓ, ബിഗ് ബോസ് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു സെറ്റാക്കി. അല്ലെങ്കിൽ അവിടെ പോയി പ്രേമിച്ചാലോ പെട്ടില്ല. ലോക്ക് ചെയ്ത് വെച്ചു. ആ വഴിക്കെങ്ങാനും പോയാലെന്ന് ഓർത്ത് ലോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പൊ വീട്ടിൽ പറഞ്ഞ സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല? എല്ലാം ഓണായിരുന്നു, എല്ലാം സെറ്റ് ആയിരുന്നു രണ്ടുപേരുടെ വീട്ടില്? ചെറുക്കാൻ പണിയും കൂടി ഇരുന്നില്ലെന്നാണ് മെയിൻ ആയിട്ട് കൺഫ്യൂഷൻ അതായിരുന്നു. ഇപ്പൊ സൈഡ് ആണെങ്കിലും എന്റെ ആണെങ്കിലും ഇപ്പൊ ഞങ്ങൾ മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നുള്ളത് അത് കൺവിൻസ് ആവാൻ ഭയങ്കര പാടാ. അപ്പൊ എന്റെ അടുത്ത് മെയിൻ ആയിട്ട് ചോദിച്ചത് എന്താ ചെയ്യുന്നത്, പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ലല്ലോ, പിന്നീട് അത് മനസ്സിലാക്കി അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ വലിയ കട്ട എതിർപ്പോ കലിപ്പോ ആ സീനൊന്നും ഉണ്ടായിരുന്നില്ല, ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിലായിരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല സിജു ചേട്ടൻ വന്ന് പറയണം, അല്ലാണ്ട് നിങ്ങൾ സായി ചേട്ടനോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ പുറത്ത് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ? പോകുന്നതിന് മുമ്പേ അല്ല, ഞങ്ങൾ തമ്മിൽ അല്ലാണ്ട് ഇപ്പൊ ഇത്ര ഫ്രണ്ട്സ് അല്ല. ഇപ്പൊ ഞാൻ സായി നല്ലൊരു എന്താ പറയണ്ടേ, ഞങ്ങൾ അന്നൊരു ഇപ്പൊ എനിക്ക് വേണ്ട റെസ്പെക്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഇവൻ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിയാക്ഷൻ വീഡിയോസ് അല്ല ഞാൻ ചെയ്തോണ്ടിരുന്നത്, എന്റെ ഒരു ക്രൈം സ്റ്റോറി ആയിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കാരണം ഇവനാണ്. കാരണം ഇവന്റെ പ്രസന്റേഷൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ പ്രസന്റേഷൻ കണ്ടിട്ടാണ് ഞാൻ ക്രൈം സ്റ്റോറീസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ സായിനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പൊ അന്നൊരു എന്താ പറയണ്ടേ, എനിക്ക് ആ ഒരു ഒരേ നമ്മൾ പ്രൊഫഷൻ ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലെയാണല്ലോ, അങ്ങനെ ഒരു അങ്ങനെയാണ്. അപ്പൊ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ അറിയായിരുന്നു. ശരി, ഞാൻ ഓർത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് വല്ല നിങ്ങൾ അങ്ങോട്ടും ആരും അറിയേണ്ട. ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയും കമ്പനിയാണ്. ആരും അറിയാനൊന്നും പറയാൻ പറ്റില്ല, മറ്റേ പുല്ല് മേത്തില്ല. എനിക്ക് തോന്നുന്നു ബാത്റൂമിൽ പോയിരിക്കുന്ന സമയത്താണെങ്കിലും ഈ മൈക്കിലേലും കേൾക്കാൻ ബാത്റൂമിൽ ബാറ്ററി മാറ്റാൻ പോകും എല്ലാം പറയണം. ബാത്റൂം ഇരിക്കത്തില്ലേ, നമ്മുടെ ഊരുവച്ചിട്ട് പുറത്തല്ലേ, അതിന്റെ മുകളിൽ വേറെ ബാത്റൂം എന്നുള്ളതും ബാത്റൂം നമ്മൾ എന്ത് സംസാരിച്ചാലും കേൾക്കും. അപ്പൊ ഒരു രക്ഷയില്ല. രക്ഷയുണ്ട്, കുറെ വഴിക്കറിയാം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പെയ്ഡ് കോച്ചിങ് ക്ലാസ് ആണോ ഓർ ഫ്രീ ആണോ കോച്ചിങ് ക്ലാസ്? ഇപ്പൊ കോച്ചിങ് ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞു. ഫ്രീ ആണെങ്കിൽ ബിഗ് ബോസ് അല്ല, കോച്ചിങ് ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞില്ല. പിന്നെ അപ്പം ഇവിടെ നമ്മൾ സായി ചേട്ടനെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഇപ്പം
സായി ചേട്ടൻ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് സ്നേഹ ഏജന്റ് എന്നാണ്. കാരണം സ്നേഹ ഏജന്റ് ആണ് അവിടെ തിളങ്ങി നിൽക്കുന്നത്. കാരണം സായി ചേട്ടനെ സായി ചേട്ടനെ ഏറ്റവും കൂടുതൽ ട്രോളിയേക്കുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ സ്നേഹ ചേച്ചിയാണ്. ഇപ്പം നന്ദുവിന്റെ കാര്യം പറയുകയാണെങ്കിലും ഒരു പെങ്ങളോട്ടി പ്രണയം എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ട്രോൾ ചെയ്ത്. അപ്പം അത് കാണുമ്പോൾ ഭയങ്കര ഫണ്ണായി നമ്മൾ ഇങ്ങനെ ഊക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റാപ്പ് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ തൊട്ട് കാണുന്നുണ്ട്, പക്ഷെ എന്നാലും ഒന്ന് നിങ്ങളുടെ വായിന്ന് കേൾക്കുന്നത്. അത് ബേസിക്കലി ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് പറയും, നല്ല രീതിയിൽ പറയും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ രീതിയിൽ ഞാൻ പറയുള്ളൂ. അതിന്റെ ഒക്കെ നല്ല രീതിയിൽ തന്നെ. കാരണം നമ്മളിപ്പോ എല്ലാം ചെയ്തിട്ടും നമ്മളിപ്പോ ഒക്കെ എന്റെ ഭർത്താവ് സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കമന്റിൽ വിളിച്ച് തീത്തറിയും എന്ത് കളിയെ കളിക്കുന്നത് എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ചോദിക്കും. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ എനിക്കും തോന്നിയ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ഓപ്പൺ ആയിട്ടില്ല, ഞാൻ ഇപ്പോഴും ചന്ദ്രന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയും. അതെ, മറ്റേ ലാലേട്ടൻ പൊക്കിയില്ലായിരുന്നോ പറഞ്ഞു കൊടുത്തേന്? അപ്പത്തേക്കും സ്റ്റേജിൽ അടുത്ത ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം സായിനെ ലാലേട്ടൻ പോയേക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇടുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ആലോചിക്കണ്ടോ ഇങ്ങനെ ഇടണോ, അല്ലെങ്കിൽ ജസ്റ്റ് കയറി അങ്ങ് പറയല്ല. ആദ്യത്തെ ദിവസം കയറിയപ്പോ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള കളി കളിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ വേറെ ആരും വേറെ ഒന്നും ചിന്തിക്കും. ഇത് കട്ട് ചെയ്ത് റീൽസിൽ വരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണ്ടല്ലോ. ബിഗ് ബോസിലെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ എന്താ വെച്ചാൽ അന്ന് ബിഗ് ബോസിൽ മറ്റേ ഡോഗ് മരിച്ചത് പറഞ്ഞതിന് ശേഷം സായി ഫുള്ള് ഡെസ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരൂ നമുക്ക് ഇതൊക്കെ മറന്നിട്ട് നമുക്കൊരു കളി കളിക്കാന്ന് പറഞ്ഞു. കട്ട് ചെയ്ത് കൊടുത്തു. അതും കൂടി ആലോചിച്ചില്ലേ. ഞാൻ ഉദ്ദേശിച്ചത് സായിന്റെ മൈൻഡ് മാറാൻ വേണ്ടി നമുക്കൊരു ഗെയിം കളിക്കാം. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഞാൻ നല്ല ഫുള്ള് പൊക്കി അടിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കമന്റ് വന്നു എന്ത് തേങ്ങ കാണിക്കുന്നത്, അവിടെ എന്താ കാണിക്കുന്നത്, ഒരു കളി ഗെയിം കളിക്കില്ല. പിന്നെ ഭാര്യ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അത് അപ്പൊ ഞാനത് നല്ല രീതിയിൽ പറഞ്ഞപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വേറെ രീതിയിലായിരുന്നു നല്ല രീതിയിൽ കളിക്കാനുള്ളത്. പിന്നെ എനിക്ക് തന്നെ തോന്നിയത് ഞാൻ വിചാരിച്ച മാതിരി എന്നിട്ട് ഞാൻ അല്ല നല്ല രീതിയിൽ പറഞ്ഞപ്പോ സ്വന്തം ഭർത്താവിന് ഇങ്ങനെ നല്ല പൊക്കി അടിക്കുന്നില്ലേ പറഞ്ഞു. എന്നാ ശരി നെഗറ്റീവ് പറഞ്ഞപ്പോ സ്വന്തം ഭർത്താവിന് നീ കുറ്റം പറയില്ല അതായി. ഞാൻ എന്റെ ഒരു ഫ്ലോയില് എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ബ്ലണ്ട് ആൻഡ് വെരി ഓപ്പൺ ആയിരുന്നു. ആൻഡ് ഓൾ ഓഫ് us നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് ചാൻസ് കൊടുത്തില്ല ഞാൻ കുറ്റം പറയാൻ. സ്വന്തം സായിച്ചേട്ടനാണെങ്കിൽ സായിച്ചേട്ടൻ സ്വന്തം കുറ്റം പറയാറുണ്ടല്ലോ. ഞാൻ ഇപ്പൊ എന്തോ അവരിങ്ങനെ കമന്റ് ചെയ്തിട്ട് കണ്ണേട്ടൻ അങ്ങനെ പറയുമ്പോ അതിനെന്താ പ്രശ്നം, കണ്ണാപ്പി എന്ന് പറയുന്നത് എന്താ പ്രശ്നം, അത് മോശം. ഓക്കെ, അപ്പം നമ്മള് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിലെ രണ്ട് മഹാവ്യക്തികളാണല്ലോ. അപ്പം ഞാൻ കണ്ണാപ്പി ഇത് പറയുന്നോറും ഞങ്ങൾക്കുള്ള കമന്റ് അവിടെ കൂടും. ഫാൻസ് ഉണ്ട് ബിഗ് ബോസിലെ മഹാജിൻഡോ ബിഗ് ബോസിലെ രണ്ട് വ്യക്തികൾ. ഓക്കെ, അപ്പം നിങ്ങളുടെ രണ്ട് പ്രകടനങ്ങൾ, നിങ്ങൾ ഇപ്പം ശ്രീചേട്ടനാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ലിനുവിനെ സ്നേഹചേച്ചിനെ കാണിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത് കാണുമ്പോൾ റിയാക്ട് ചെയ്യുക? ജസ്റ്റ് ഒരു ഇവരുടെ രണ്ടുപേരുടെ ഒരു വീഡിയോ ആണ്. ഓക്കെ, ഒന്ന് റിയാക്ട് ചെയ്ത വീഡിയോ ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ലൈവായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ റിയാക്ട് ചെയ്യും. വേണ്ട, ഞാൻ പറഞ്ഞോണ്ട് ഒന്നിത് ആദ്യം സ്റ്റേജ് കാണിച്ചു കൊടുക്കും. സ്നേഹത്തിന്റെ കളി കളിച്ചിരുന്നു. ആ താടി വീശിട്ടിരിക്കുന്നു. ലാലേട്ടൻ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അല്ലാതെ അങ്ങനെ വേറെ വഴിയില്ലല്ലോ. മോശം
പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് പ്രതീക്ഷിച്ചായിരുന്നു പെട്ടെന്ന് മീശയൊക്കെ പഠിച്ച് വേറെ, കാരണം കേറുമ്പോ നമ്മുടെ മറ്റേ നരസിംഹം ലുക്കിൽ ഇങ്ങനെ ഫുൾ മീശയൊക്കെ പിടിച്ചിട്ടാണ്. ഞാൻ നല്ല ബോറായിട്ടുണ്ട്. ഞാൻ സായിനോട് പറയാറില്ല എനിക്ക് താടിയും മീശ ഒന്ന് പഠിച്ചു പോണേ. കുറച്ച് പൂടെടുത്ത് കൊടുക്കും താടിയും മീശയും ബോറാണെങ്കിൽ. പറയട്ടെ ഇങ്ങനെ ഇതൊക്കെ വെച്ചുള്ള ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോഴും ഞാൻ പറഞ്ഞു, എൻട്രിയിലാണെങ്കിലും താടി വെച്ചിട്ടല്ലോ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ചെയ്യണ്ട, മീശ മാത്രം വെക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ പോയി. പിന്നെ ഇതും കൂടി കണ്ടപ്പോ ഞാൻ പിന്നത്തെ വീഡിയോയുടെ റിവ്യൂല് നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതെ, ഓക്കെ ഫൈൻ. അപ്പൊ എന്തായാലും സ്നേഹിച്ചിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ജസ്റ്റിഫൈഡ് ആണ്. ഇനി അടുത്ത് നമ്മുടെ സിജു ചേട്ടന്റെ ആണ്. എടുക്കട്ടെ, അടുത്ത് ഈ വാങ്ങിക്കോ, ഞാൻ മേടിക്കും. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. അപ്പൊ ഈ ഡയലോഗ് ഒക്കെ കാണുന്ന സമയത്ത് വീട്ടിൽ നിന്നായിരിക്കും ഈ ദൈവം ഇത് അത് നിങ്ങൾ കാണാത്തോണ്ട് ഒരു വെട്ടി കളഞ്ഞോണ്ട്. അല്ലല്ല ആരും സംഗതി വെട്ടിയതാ, കാര്യം പറയാലോ. നല്ല രീതിയിൽ വെട്ടി മാറ്റിയിട്ടുണ്ട് ശരിക്കും. പിന്നെ ഗെയിംസ് ഒന്നും പ്രോപ്പർ ആയിട്ട് കാണിച്ചു. സിജോനെ കണ്ടിട്ടേ ഇല്ലേ? ഞാൻ പുറത്തിറങ്ങി കുറെ എടുത്ത് നോക്കിയടാ, ഞാൻ കണ്ടില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോ അതിനകത്ത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, നമ്മളിത് പറയേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ലൈവ് ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ 4 പേരും കൂടെ സംസാരിച്ചിരിക്കുകയല്ലേ. ഇപ്പൊ സായിയുടെ ആണെങ്കിൽ തന്നെയും പുറത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ സായി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇപ്പൊ സ്നേഹ റിയാക്ട് ചെയ്യുന്നു, നിങ്ങളെല്ലാം കാണുന്നുണ്ട്. സി ഇപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ 4 പേരോട് സംസാരിച്ചിരിക്കുക. ബിഗ് ബോസ് 10 പേരുണ്ടെന്ന് വിചാരിച്ചു. 10 പേരിൽ ബാക്കി 6 പേരുണ്ടല്ലോ. 6 പേര് വരെ പരസ്യമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. നമ്മൾ ലൈവിൽ പോലും ഈ സെക്ഷൻ മാത്രം ചിലപ്പോൾ കാണത്തുള്ളൂ. ഇതിനേക്കാൾ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ചിലപ്പോൾ അപ്പുറത്ത് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, നമ്മളിപ്പോൾ കാണത്തു പോലും ഇല്ല. ഇനി ഇതിൽ നിന്ന് ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് ബിഗ് ബോസ് പ്ലസിനും ബിഗ് ബോസിനും വരുന്നത്. ഓക്കെ, ഇന്നത്തെ കാര്യം നാളെയാണ് നമ്മൾ കാണുന്നത്, എപ്പിസോഡിലും ലൈവിലും കാണുന്നത്. അപ്പോ ഇപ്പൊ ഞാൻ അവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതനുസരിച്ചായിരിക്കും ഞാൻ അതിനും പറയുക. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും രണ്ടാമത്തെ വരവില് എന്റെ പെർഫോമൻസ് നല്ലതായിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ആ ദിവസങ്ങളിൽ പോലും ഞാൻ ചെയ്ത കാര്യങ്ങൾ പുറത്ത് വരാതെ പോയപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പൊ സായിക്കൊക്കെ നന്നായിട്ട് അറിയാം, എന്റെ വായിന്ന് ഈ പഴുപ്പ് ചാടിയിട്ട് പോലും ഉള്ള ഒരുപാട് ദിവസങ്ങളൊക്കെ ഉണ്ട്. ഇവൻ ഭക്ഷണം കഴിക്കില്ല, ഇവന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇവന് സ്പെഷ്യൽ ഫുഡാ. ആ സ്പെഷ്യൽ ഫുഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ട് വരും. ഓട്സിന്റെ ഇഡ്ലി അങ്ങനെയൊക്കെ വരാം. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു കഷ്ണം ചിക്കനോ മട്ടനോ കിട്ടുന്നുണ്ട്. ഇവന് അത് കിട്ടിയാലും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവന്റെ അടുത്ത് കിടക്കുന്നത് ഞാനും തന്നു. ഞങ്ങൾ രാത്രി ആകുമ്പോൾ ആപ്പിൾ മുറിക്കും, മുട്ട എന്നിട്ട് ചോദിക്കും വേണോടാ ഇത് വേണ്ടടാ കഴിക്കാൻ പറ്റാതെ അങ്ങനെ കഷ്ടപ്പെടുന്ന സിജോനെ ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി നമ്മൾ കാണാതെ പോയി ചോര തുപ്പും പഴുപ്പ് തുപ്പും. അവരവസ്ഥ ഭയങ്കരമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോ ഇതൊന്നും ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഇപ്പം ഇവൻ എനിക്ക് നന്നായിട്ട് അറിയാം. സായിക്ക് അവിടെ വെച്ച് ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന് ഒരുപാട് പെയിൻ അതിൽ അനുഭവിച്ചിട്ടുണ്ട്. നടുവല്ല, നിങ്ങൾ കണ്ട നടുവ് മാത്രമാണ്. നടുവിനേക്കാളും പെയിൻ അനുഭവിച്ച മറ്റു പ്രോബ്ലം അവിടെ ഉണ്ട്. അത് നിങ്ങൾ ആരും കണ്ടിട്ടും ഇല്ല, അറിഞ്ഞിട്ടും ഇല്ല. അത് ഞങ്ങൾക്കറിയാം. അത് 1 ദിവസമല്ല 2 ദിവസമല്ല ഒരാഴ്ചയല്ല 2 ആഴ്ചയല്ല. ഓക്കെ, ഞാൻ തിരിച്ചു വന്ന് 46-ാം ദിവസമാണ്. നമ്മൾ ആരും കുറ്റം പറയുകയോ അല്ലെങ്കിൽ മോശമാണെന്ന് പറയുകയല്ല. പക്ഷെ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഇയാളുടെ അവസ്ഥ ഇങ്ങനെയാണെന്നുള്ളത്. പോയ കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പുറത്തിറങ്ങി ചോദിച്ചപ്പോ കഴിഞ്ഞ സീസണിലുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ട്. ഫിസ്റ്റുല എന്ന് പറയും. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഒന്ന് ചൂട് 2 ടെമ്പറേച്ചർ അല്ലേ പുറത്ത്. ഇഷ്യൂ പറ്റി പറഞ്ഞല്ലോ, അപ്പൊ അവിടുന്ന് ബ്ലഡ് വരുന്ന സന്ദർഭവും അങ്ങനെ ഉണ്ട്. നേരെ നിൽക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. എല്ലാവർക്കും നമുക്കുള്ള പോലെ തന്നെ കുറെ പേർക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇതെന്താ പറയാ, ഒരു മേജർ ഓഡിയൻസും ഇതിന്റെ ഒരു കോർ ഓഡിയൻസ് എല്ലാം കാണും, ലൈവ് കാണും, എപ്പിസോഡ് കാണും. പക്ഷെ അവരല്ല, വേറൊരു വൈഡ് ക്രൗഡ് ഉണ്ട്. അവര് കാണുന്നത് 15 സെക്കൻഡ് റീല് മാത്രമായിരിക്കും. അതിലെ പെർസ്പെക്റ്റീവ് എന്താന്ന് മാത്രമേ അവർക്ക് കിട്ടും. ഷോ മൊത്തം കാണുന്നുണ്ടാവില്ല. ഷോ പോട്ടെ, ഒന്നും കാണില്ല. 15 സെക്കൻഡ് റീല് മാത്രമായിരിക്കും. അപ്പോ അതിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അതിന് മൈൻഡ് എടുത്തിട്ട് കാര്യം. കാശ് കിട്ടിയില്ല. അത് മതി. ഓക്കെ, അടുത്തത് ഇത് സായി ചേട്ടന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഡാൻസ് അല്ല, വേറെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. കട്ട് ചെയ്തു കേട്ടോ.
ഞാൻ കൊടുത്ത പണിയായിരുന്നു. അവസാനം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പ്രോമോയില്. ബാക്കി എപ്പിസോഡിൽ ലൈവിലാണ് ഇത് വന്നേ തോന്നുന്നു. ലൈവ് നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ കോലത്തിന്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ കുർത്തയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടു. എന്നിട്ട് പ്രത്യേകം തോന്നി. പുറത്ത് കാറിലേക്ക് എതിരെ ഗർജിക്കുന്ന സിനിമ മറ്റേ വീശിതാടി പോയപ്പോ തന്നെ ഒക്കെ പോകും. ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ്. അതിന് ഈ പെണ്ണുങ്ങൾ ഡ്രസ് ഇടുന്നുണ്ട്. അല്ല, അത് കുഴപ്പമായിട്ടല്ല പറഞ്ഞത്. കുഴപ്പമില്ല, ഞാനത് അത് ഞാൻ നല്ല രീതിയിൽ എടുത്തു. ഇത് നല്ല രീതിയിൽ എടുത്തു. കാരണം ടാസ്കിന്റെ ഭാഗമാണ്. കാരണം നമ്മളിത് മുന്നത്തെ സീസണിലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീ വേഷം കിട്ടുന്നതും. അതെ അതെ, റോൾ റിവേഴ്സൽ എടുത്തിട്ടുള്ളൂ. അതിന് ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ട് ചോദിക്കണം, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നില്ലേ കാണാൻ. അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതിൽ റിവ്യൂലൊന്നും അത് കൊള്ളാത്ത ഡ്രസ്സായിരുന്നു. കഷ്ടപ്പെട്ട് കുത്തി കയറ്റി. അപ്പൊ ഇതേപോലെ അന്ന് തന്നെ ജാസ്മിന്റെ ഒരു ഷർട്ട് ഉണ്ട്, അത് തന്നിട്ടില്ല. ഓക്കെ, അടുത്തത് ഇനി സിജു ചേട്ടന്റെ ഒരു സുന്ദരി ഇതും കൂടെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ അക്ക അക്ക ഓക്കെ. അപ്പൊ ഈ ടാസ്കിന്റെ സമയത്താണ് ഇപ്പോൾ ഒരുക്കി തന്നൊക്കെ ആരായിരുന്നു? ഒന്ന് ജാസ്മിൻ ആയിരുന്നോ? ജാസ്മിൻ ഒരുക്കി, പിന്നെ ശ്രീതു തന്നെയാണ് ശ്രീതുവിന്റെ സ്റ്റൈല് ഫുൾ സെറ്റ് ആക്കി തന്നത്. കൂടുതൽ ജാസ്മിൻ ആയിരുന്നു സെറ്റ് ആക്കിയത്. പിന്നെ അന്ന് വേറെ ആരാടാ? ഞാനല്ല, ഞാൻ പെട്ടെടുത്ത് പോയി. ഇല്ല, അപ്പൊ ഇല്ല. റോൾ റിവേഴ്സൽ ചെയ്തപ്പം സായിച്ചേട്ടൻ ഇല്ല. ഇല്ല, അന്ന് ഞാൻ ലാലേട്ടനായിരുന്നു. കൂടുതൽ ജാസ്മിൻ ആയിരുന്നു. പിന്നെ നമ്മുടെ നോറയും. പക്ഷെ അത്രയും ഞാൻ പേഴ്സണലി പറഞ്ഞാൽ അത്രയും ഞാൻ ചിരിച്ച വേറൊരു എപ്പിസോഡ് ഈ ചരിത്രത്തിൽ ബിഗ് ബോസിന്റെ സീസൺ 6 ഇല്ല. പക്ഷെ എല്ലാവരും അടിപൊളിയായിരുന്നു. അർജുന്റെ പെർഫോമൻസ് ഭയങ്കര കിടലായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും ഒന്നിനൊന്നിങ്ങനെ മെച്ചപ്പെട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ അത്രയും എനിക്ക് തോന്നുന്നു അതിന്റെ പേരെന്തോ റിപ്റ്റിക്ലിംഗ് റോൾ റിവേഴ്സൽ അങ്ങനെ എന്തോ ആണ് ഹെഡിങ് കൊടുത്തേക്കുന്നത്. ഇക്കിളിയാക്കുന്ന രീതിയിലുള്ള ചിരി വരുന്നുള്ളത് അത് കറക്റ്റ് ആയിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു. വേറെ നിങ്ങൾ നാലുപേരും തമ്മിലുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആരായിരിക്കും? മോഹൻലാൽ. നിങ്ങൾ 4 പേരിൽ ഒരു കോമൺ ആളുണ്ട്. ഒരാൾ നിങ്ങൾ 4 പേരും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അതാരാ? അത് തന്നെ. നിങ്ങൾ ഇത്ര ആലോചിക്കുന്ന സമയം അപ്പം നിങ്ങൾ 4 പേരുടെ പെങ്ങളുട്ടിയാണ്, എല്ലാമാണ് സ്വന്തം പെങ്ങളുട്ടിയാണ്. അത് എക്സാക്ട്ലി സ്റ്റേജിൽ പോരട്ടെ. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും എന്താ ഭയങ്കര എല്ലാത്തിനും ഓണായി നിൽക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മെമ്പറാണ്. അപ്പം ആ ഒരു ബോണ്ട് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഫോം ചെയ്തത് നിങ്ങൾ ബിഗ് ബോസിൽ നിങ്ങൾ രണ്ടുപേരും? ബോണ്ടിന് എന്താ അറിയോ, ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ, ആ ജേണി സർവൈവ് ചെയ്തവർക്ക് ആ ബോണ്ട് മനസ്സിലാവുള്ളൂ. ഞാൻ വന്നിരുന്നിട്ട് നന്ദൻ അത് ചെയ്തു, സിജോ ഞാനും നന്ദനും കൂടി ഇത് ചെയ്തു, ഞങ്ങളെ ബോണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ വെട്ടു വിളിച്ചിട്ട് പോകും. ആ ജേണി എക്സ്പീരിയൻസ് ചെയ്ത ആ ബോണ്ട് മനസ്സിലാവും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല. ചെയ്ത് കഴിഞ്ഞാൽ അവന്മാര് ചുമ്മാ 4 കമന്റ് ഇട്ട് പോകാനല്ലേ. അല്ല, എനിക്ക് അതിനേക്കാൾ വാല്യൂ ഉണ്ട് ആ ബോണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു 4 ആളെ കമന്റിന് ഞാൻ ആ ബോണ്ട് ഇട്ട് കൊടുക്കില്ല. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളിപ്പോ ചില ബന്ധങ്ങൾ ഉണ്ടായി പോകുന്നല്ലേ. ഇപ്പൊ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയുള്ള ഇപ്പൊ ചേട്ടൻ, ചേച്ചി, അനിയത്തി, അനിയൻ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. നമ്മുടെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ നമ്മുടെ മക്കളാണെന്നറിയാം. അപ്പൊ നമുക്ക് നോർമലി നമുക്ക് വളർന്നു വരുമ്പോഴത്തേക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ചില ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുക എങ്ങനെയാണ് ആ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായി നമ്മൾ എങ്ങനെ പറയും അല്ലേ? നമുക്കത് പോകപ്പോയി ഉണ്ടായി വന്നതാണ്. നമ്മള് ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല. നമ്മൾ അതിനകത്ത് എല്ലുമ്പോഴത്തേക്കും ആയിരിക്കാം മനസ്സിലാകുന്നത്. അതിനകത്ത് വേറെ ഒന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. നമ്മുടെ മനസ്സിലേക്ക് വേറൊന്നും വരത്തില്ല. അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ സായിടത്ത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത് പോകുന്നതിന് പറഞ്ഞേക്കരുത്. അപ്പൊ ഫൈറ്റ് വേണമെങ്കിൽ കട്ടൊക്കെ ഫൈറ്റ് ആയാലും ചെയ്തേക്കണം. നമ്മളൊന്നും നോക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം നമ്മൾ പുറത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഗെയിമാണെന്നൊക്കെ മനസ്സിലാവില്ല എന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഓരോ സൗഹൃദങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ടാകുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ആ ജേണിയിൽ സംഭവിച്ചു പോകുന്നതാണ് സായി, നന്ദന, സിജോ എന്നൊക്കെ പറയുന്നത്. അതിനകത്തുള്ള എല്ലാ റിലേഷൻസും എല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ ഇപ്പൊ ശത്രുത ഉണ്ടായാലും സ്നേഹം ഉണ്ടായാലും ദേഷ്യം ഉണ്ടായാലും എന്തുണ്ടെങ്കിലും അവിടെ നോർമലി സംഭവിക്കുന്നതാണ്. ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ നോർമലി സംഭവിക്കുമ്പോൾ ഇപ്പോ നന്ദൂട്ടൻ, സായി, സിജോ എന്ന് പറയുന്ന ആ ഒരു സൗഹൃദം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും സംഭവിച്ചു പോയതാണ്. അതിന് നമ്മളിപ്പോ എപ്പോഴാണ് സംഭവിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി പോകത്തില്ല. അത് നല്ല രീതിയിൽ നന്നായിട്ട് കാണപ്പെട്ടെ. അപ്പൊ നിങ്ങളാണെങ്കിലും പുറത്തൊന്നും ഇങ്ങനെ വീഡിയോ സ്നേഹിച്ച് ട്രോളിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ. അപ്പം
അപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കണ്ടല്ലോ, ഇവർ മൂന്നുപേരും ഭയങ്കര ബോണ്ടിങ് ഉള്ളതാണെന്ന്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ചേച്ചിക്ക് തോന്നി, പക്ഷേ ട്രോൾ ഉണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ ഇവരുടെ ബന്ധം എന്നുള്ള രീതി തോന്നിയായിരുന്നു. ഞങ്ങളെക്കാ ബന്ധം വരുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ലിനുവും കമ്പനിയാണോ നന്ദന? കമ്പനി നേരിട്ട് ലിനു എയർപോർട്ടിൽ വന്ന സമയത്ത് മാത്രമേ അന്ന് ഭയങ്കര തിരക്കായിരുന്നു. അന്ന് സിരിച്ചേട്ടൻ വരുമ്പോ സിരിച്ചേട്ടന്റെ അടുത്തല്ലേ വരേണ്ടത്, അത് ആ ഒരു തിരക്കിലായി പോയില്ലേ. ഓക്കെ, അപ്പൊ സ്നേഹ ചേച്ചി എങ്ങനെയാണ് ഇപ്പം? ഞാൻ അതിന്റെ ഉള്ളിൽ എനിക്ക് നന്ദനേന്റെ പേഴ്സണലി ദേഷ്യമൊന്നുമല്ല, ഞാൻ ഇവരുടെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കാണുന്നത് അവരെന്താ ചെയ്യണത് ഫുള്ളായിട്ട് നമുക്ക് കാണില്ല. എഡിറ്റഡ് വേർഷൻ പല രീതിയിലും എഡിറ്റഡ് വേർഷൻ നമുക്ക് കാണുള്ളൂ. നമുക്കിത് കാണുമ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ സായി അങ്ങനെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പൊ നമ്മളിത് കാണുമ്പോൾ നന്ദനോടാണെങ്കിലും മീൻസ് സിജോനോടാണെങ്കിലും ഒരു ക്രിഞ്ച് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനത് പറയുകയും ചെയ്തു. ബാംഗ്ലൂർ റൈസ് ക്രിഞ്ച് ആയിരുന്നു. അത് സായി അല്ല അഭിനയിച്ചിരിക്കുന്നത്. അടുത്ത കൊടുക്കാള് ബാക്കി പറ. അപ്പൊ അത് എനിക്ക് ഞാൻ പേഴ്സണലി പ്രോബ്ലം ഉണ്ടായിട്ടല്ല, ഉണ്ടായിട്ടല്ല അതില് ഗെയിം. കാരണം പിന്നെ കമന്റ്സ് വരാൻ തുടങ്ങി, നന്ദന കാരണം ഇവരുടെ ഗെയിം പോകുന്നുണ്ട്. കമന്റിനനുസരിച്ചിട്ടാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കി. ഞാൻ കമന്റ്സ് നോക്കാറുണ്ട്, പല യൂട്യൂബ് ചാനൽസ് നോക്കാറുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഈ ഇൻഫ്ലുവൻസ് സ്വന്തം അഭിപ്രായം ഇത് ഞാൻ ഫുള്ളാക്കട്ടെ. അപ്പൊ എനിക്ക് അത് ഇവരുടെ ഗെയിം എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ ഇഷ്ടമില്ല. കാരണം ഇമോഷണലി അറ്റാച്ച് ആയ സായി എങ്ങനെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ പുറത്തിറങ്ങിയപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ കമ്പനി നന്ദനോട് ഞാൻ എപ്പോഴും ഫോൺ ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സ് അഭിനയിച്ച് ഇത് ഏറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാലും ഇന്ന് ഇപ്പം നന്ദനയിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ? വീഡിയോ കോളാണ് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ അവര് മറ്റേ വീഡിയോ കോളിലാണോ നന്ദനി പോയി സ്വർഗത്തിലെ കട്ടർമാണോ ഇങ്ങനെയാണോ ഞെട്ടിപ്പോലോ? ഇതെന്താ സംഭവം? ചേട്ടാ ഇല്ലല്ലോ എടി വേഗം വീഡിയോ കോൾ എടുക്ക്. ഞങ്ങളിവിടെ ഓണത്തിന്റെ ഷൂട്ടിലാണ്. കഴിഞ്ഞില്ല, ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. എന്റെ വളർത്തച്ഛനായിട്ട് വരും. ആ കാര്യത്തില് സത്യം അല്ല. ഇപ്പൊ ഞാൻ വിളിച്ചിരിപ്പിക്കുന്ന ഭ്രാന്താ എന്തായിരിക്കുന്നു? നമ്മളെ ഓണത്തൊക്കെ ഒരു ഷൂട്ട് നിൽക്കുക. ഇപ്പൊ ഇനി പെട്ടെന്നേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വിളിക്കാം. ലാലേട്ടൻ ഇപ്പോൾ വരും. ലാലേട്ടൻ ഇപ്പോൾ വരും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചുവന്ന ഡ്രസ്സ് നീ ഒക്കെ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കണം. എന്തുകൊണ്ടും പറഞ്ഞു തന്നെ കുഴപ്പമില്ല. അതൊക്കെ ഓക്കെ. ലാലേട്ടൻ വനപ്പോഴത്തേക്കും ഞാൻ വീഡിയോ കൂടി കേട്ടില്ല. എന്റെ മോനെ അതെല്ലാം പറഞ്ഞ ലാലേട്ടൻ ഇപ്പൊ വരുമെന്ന്. എന്റെ പൊന്നു വെച്ച് ലാലേട്ടൻ വരുന്നതിനകത്ത് ഞങ്ങൾ എന്നെ പറ്റിക്കുന്നത് എന്തിനാണ്? പിന്നെന്താ കാണിച്ചു തരാം. അതാ പറഞ്ഞേ ലാലേട്ടൻ വരുമെന്ന് ഇപ്പോ സീരിയസ്ലി പറഞ്ഞതാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ലാലേട്ടൻ വരുമ്പോഴത്തേക്കും ഞാൻ സത്യമായിട്ട് ലാലേട്ടൻ വരുമ്പോഴേ ഞാൻ എന്തെങ്കിലും കളത്താൻ പറയാറുണ്ടോ? ഉണ്ടല്ലേ? സത്യമായിട്ടാ പറയണേ. ഒരുങ്ങി നിൽക്കുവോ? അതൊക്കെ പഠിച്ചോ. അപ്പൊ കൊച്ചെന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് സമയമുള്ളൂ. ലാലേട്ടൻ കറക്റ്റ് 7 പോലും എന്നാ പറഞ്ഞേക്കുന്നത്. ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കി. ഞങ്ങൾ ഒരു 5 മിനിറ്റ് കോൾ ചെയ്തിട്ട് കാണിച്ചു തരാം. ലാലേട്ടനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നും വിളിച്ചു പറയരുത്, നൈസായിട്ട് സംസാരിക്കണം. ഓക്കെ? സമയം കേട്ടാ. അത് ലാലേട്ടനെ കാണാത്തതാണ്.
ലാലേട്ടനെ കാണാമെന്നാണ് മോനെ. ലാലേട്ടൻ വരുന്നോണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? നോക്ക്, എന്റെ ഹെയർ ഒക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെ നിന്നിട്ടുണ്ടോ ബിഗ് ബോസിൽ? അതാ പറഞ്ഞ മോനെ പെട്ടെന്ന് റെഡി ആയിട്ട് ലാലേട്ടനെ കാണുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം. ഹലോ വരുന്ന ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുറച്ചേരം കഴിഞ്ഞ അവിടെ ചായ കൊടുക്കാൻ ലാൽ പറഞ്ഞ ചേട്ടൻ. അത് കുറച്ച് കഴിയുമ്പോ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ലാൽ പറഞ്ഞൊരു ചേട്ടൻ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഇവര് പറഞ്ഞു, അപ്പത്തേക്കും ഞങ്ങളോട് പറഞ്ഞു നന്ദനെ കാണണം, നന്ദനന്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞു. അതിന് വിളിച്ചതാ. പക്ഷെ സുന്ദരി ഏറ്റിരിപ്പുണ്ട്. എന്ത് ഇത് അപമാനിച്ച 4 പേര്. ജാങ്കോ സ്പൈസ് എനിക്ക് 5000 രൂപ സ്പെഷ്യൽ അപ്പിയറൻസ്. അല്ല, ഇവരിവിടെ 4 പേരും കൂടെ ഫുൾ സെറ്റപ്പിന് ഭയങ്കര അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് വരുന്നോ? അല്ല, ഇവർ രണ്ടുപേരും സായിച്ചേട്ടൻ എല്ലാവരും ട്രോളുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇരിക്കണം. കണ്ടോ, ചേച്ചി മിണ്ടാണ്ടിരിക്കുന്നു. ഇവിടെ വാർണിംഗ് കൊടുത്ത മിണ്ടരുത്, പറയരുത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അനുസരിച്ചിരിക്കുന്നതാണ്. അതെന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എന്തായാലും ചേച്ചേട്ടന് ഇനി ചേച്ചേട്ടനോട് പറയാനുള്ള തെറിയൊക്കെ ഇത് ഇപ്പൊ പറയാം. കാരണം ലാൽ ചേട്ടൻ ചായ കൊണ്ട് ഇപ്പൊ വരുന്നതിന് മുമ്പ് അത് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞു തീർത്തോളൂ. അതെ, എടീ എന്റെ അന്റി ചിത്തുബായിന്റെയും വിലപ്പെട്ട സമയം ഖേദിക്കുന്നു. ഓക്കെ, ബൈ, പിന്നെ വിളിക്കാം. ജാങ്കോ സ്പേസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.